ആ തുന്തും സഹോദരനെ പേടിച്ച് നമ്മൾ കാറ് കൊണ്ട് കളഞ്ഞിട്ടല്ലേ ഓടിയത്. കാർ അവിടെ കിടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനിപ്പോ നാളെ മറ്റേ പോയി എടുക്കാം. സഹോദരൻ ഇനി നമ്മുടെ കാറും എല്ലാം നശിപ്പിക്കൂ. അയാളെ കണ്ടിട്ട് പക്ഷെ നശിപ്പിക്കാനൊന്നും തോന്നില്ല കേട്ടോ. അത്ര ദേഷ്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല നമ്മളോട്. പിന്നെ എന്തിനാണോ അയാൾ നമ്മുടെ പുറകെ വന്നത്? ഒരു കാര്യം അറിയാൻ വയ്യല്ലോ. അയാൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ അപ്പോഴേ മുങ്ങിയില്ലേ. ആ പിന്നെ സഹോറിന്റെ എക്സ്പ്ലനേഷൻ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ അവിടെ? അയ്യോ, ഇതെങ്ങനെ ഇവിടെ പ്രതിമ വന്ന്? ദൈവമേ, ഇതിന് ജൂനിയർ പാർട്ടിലേക്ക് വന്നാണോ? ഈ പ്രതിമ കണ്ടിട്ട് എവിടെ എന്തോ ഒരു ഓർമ്മ പോലെ. ശരിയാ, ഈ പ്രതിമയെ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. ഓ, ഇതന്നെ നമ്മൾ ആ മ്യൂസിയത്തിൽ കണ്ട പ്രതിമ. പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ? പോടി, അതറിയാം. മ്യൂസിയത്തിലെ പ്രതിമ ഈ വന്ന് കിടക്കുന്നത് ഞങ്ങൾക്കറിയാം. അതല്ല പറഞ്ഞത്, ഈ പ്രതിമയെ കണ്ടിട്ട് ഏതോ ഒരു ലുക്ക്. ഞാൻ പറയട്ടെ, ഇത് സഹോറിന്റെ പ്രതിമയല്ലേ? സത്യോ ചേച്ചി, ഇത് സഹോറിന്റെ പ്രതിമ തന്നെ. അയ്യോ, അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അയ്യോ, ഞാനപ്പോ ഈ പ്രതിമ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ കരഞ്ഞോണ്ടിരുന്നത്. കുട്ടുമാനപ്പോ ഈ പ്രതിമ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് നിന്നോണ്ട് തന്നെ നമ്മുടെ പുറകെ സഹൂർ ഇപ്പൊ വന്നേക്കുന്നത്. എന്നാ പിന്നെ സഹോർ ഇപ്പൊ ഉടനെ എത്താൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. അമ്മയൊക്കെ ദൂരേക്ക് വെട്ടം കാണുന്നത്. അവിടെ ഈ വീടാന്ന് തോന്നുന്നു. നമുക്ക് ആ വീട്ടോട്ട് പോയാലോ? ആ ശരി ശരി, നമുക്ക് തൽക്കാലം എന്തിനാ വീട്ടോട്ട് പോവാം. ഇത് കണ്ടിട്ടൊരു ഓൾഡ് ഹൗസ് ആണെന്ന് തോന്നല്ലേ? ആ, അമ്മയുടെ പോയി ലക്ഷറി ഹൗസ് പോയി കണ്ടുപിടിക്കും. അയ്യോ, അതെന്തോ ആരാ മൂളുന്ന സൗണ്ട് കേൾക്കുന്നേ? മുകളിൽ തന്നെ അമ്മ സൗണ്ട് കേട്ടത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന അത്ര പന്തി തന്നെ തോന്നി. വീട് തന്നെ കണ്ടിട്ട് ആകെപ്പാട് പേടിയാവുന്നു. ചേട്ടാ, നമ്മൾ പിന്നെ ഇവിടുന്ന് വേറെ എങ്ങോട്ട് പോകാനാ? ആ സൗണ്ട് എന്തോന്നുള്ളത് നമുക്ക് പോയി നോക്കിയാലോ മോളില്? അയ്യോ ചേച്ചി, എങ്ങനെ പോകും മോളിലോട്ട്? പേടിയാവുന്ന സൗണ്ട് തന്നെ കേട്ടിട്ട്. ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ട് അവിടെ പെട്ട് കിടക്കോ? നീ എന്ത് ചെയ്യും? ഞാൻ പോയി നോക്കിട്ട് നിങ്ങൾ ഇവിടെ നിന്നോ. അത് ശരിയാ, നമുക്ക് എല്ലാവരും ഒന്നിച്ച് പോകാം. ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് നേരിടാലോ. ഇത് അവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ കോംപ്ലിക്കേഷൻ ആവും. സൗണ്ട് അങ്ങോട്ട് നിൽക്കുന്നില്ലല്ലോ. വാ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. പേടിയില്ലല്ലോ. അവൻ തന്നെ ഓടിച്ചാടി കയറിപ്പോയി. എനിക്ക് പക്ഷെ ഭയങ്കര പേടിയാവുന്നു. പിന്നെ ആർക്കും പേടിയില്ലാത്തത് അവന് മാത്രമേ പേടിയില്ലാതെ. ബാക്കി എല്ലാവരും പേടിച്ചു തന്നെ നിൽക്കുന്നത്. പോയത് അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പാവം, ആരെയോ കെട്ടിയിട്ടേക്കോന്നല്ലോ. ഇത് ആരോ കാണിച്ചു വെച്ച പരിപാടിയാണല്ലോ. മുഖം മൂടിയിരിക്കുക, അതുകൊണ്ട് അവർക്ക് അങ്ങനെ വായെടുത്ത് സംസാരിക്കാൻ പറ്റാത്തത്. ഈ മോഡ് കണ്ടിട്ട് എവിടെയോ കണ്ടു പറഞ്ഞ പോലെ. നിനക്കും എന്തോ കണ്ടാലും കണ്ടിട്ടുണ്ട് പറയുന്നു. മുമ്പ് ആ പ്രതിമ കണ്ടപ്പോഴത്തേക്ക് ഇതുപോലെ കണ്ടിട്ട് പറയും. ഇപ്പൊ ഇതും കണ്ടിട്ടുണ്ടെന്ന്. ചേട്ടാ, ഇനി വായം പൊളിച്ചിരിക്കുന്നത് അവരുടെ മുഖത്ത് അതെടുത്ത് മാറ്റി അയച്ചു കൊടുക്ക്. ആ മാറ്റാം. ഞാൻ ആരാന്നൊന്ന് നോക്കുവരുന്നു. ആദ്യമേ എങ്ങനെ എടുത്ത് മാറ്റിയാലോ? നിങ്ങൾ ആരാന്ന് പറയാൻ ഞാനത് മാറ്റി തരാം. ഓ ശരിയാന്നല്ലോ, പറഞ്ഞത് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ പിന്നെ എടുത്തങ്ങ് മാറ്റാം. എന്തായാലും ഒരു പെണ്ണിന്റെ ലുക്കുണ്ട്. എന്തായാലും വലിയ അജബാഹുവായിട്ടുള്ള ആളുകളാരും അല്ലല്ലോ. ഓ, ഇത് മാറ്റാൻ തന്നെ പാടാന്നല്ലോ. ടൈറ്റാക്കി കെട്ടി വെച്ചേക്കോ തോന്നുന്നു. അയ്യോ, വലിച്ചൂര. ബഹളം വെക്കണ്ട, ഞങ്ങൾ ഇത് ഊരി മാറ്റാൻ പോവാ. ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നവരാ. എടി ശാന്തേ, നീ എന്നാ അപ്പുറത്തെ സ്ഥലത്തൊന്നും വിളിച്ചേടി. എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ആ ശരിയേട്ടാ. ഓ ശരിയേട്ടാ, ഇത് ടൈറ്റാക്കി കെട്ടി വെച്ചേക്കുവാ. നമുക്ക് രണ്ടും കൂടെ ഒത്തു പിടിക്കാം. ആ വരച്ചോ. ഓ, നിങ്ങളായിരുന്നോ എന്നെ രക്ഷിക്കാൻ വന്നത്? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉള്ള കാര്യം? അയ്യോ, നാണിയപ്പോ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടൊന്നും തന്നെ വന്നത് ഇങ്ങോട്ട്. ഞങ്ങൾ എല്ലാവരും മ്യൂസിക് കാണാൻ പോയപ്പോഴത്തേക്ക് കുട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിമ ഇഷ്ടപ്പെട്ട് അതിനോട് പുറകെ നടന്ന്. അത് ഞങ്ങളെല്ലാം തിരിച്ചിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ പ്രതിമ കണ്ട് ഞങ്ങളുടെ പുറകെ വന്ന് അവിടെ വന്ന് വീണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ എനിക്ക് സഹൂർ വന്നു കേട്ടോ. ഈ സഹൂറിന്റെ പ്രതിമയായിരുന്നത്. ഈ സഹൂറിന്റെ പുറകെ ഇവനെ ഈ കുട്ടുമാനെങ്കിൽ ആ പ്രതിമയുടെ പുറകെ നടന്നുകൊണ്ടാണ് ആ സഹൂർ ഞങ്ങളുടെ പുറകെ വന്നത്. അതേ സമയത്ത് തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിലാണെങ്കിലേ ആരും ഒരു കറുത്ത തുണി ഇട്ട ഒരാൾ വന്ന് എന്നെ തട്ടിക്കൊണ്ട് പോന്ന്. എനിക്കറിയത്തില്ല ആരാന്നൊന്നും. പക്ഷെ എനിക്ക് തും എന്നുള്ള സൗണ്ട് കേട്ടായിരുന്നു. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എനിക്ക് അടുക്കള നിൽക്കുമായിരുന്നു പാത്രം കഴുകിക്കൊണ്ട്. അന്നേരം എനിക്ക് കഥയിൽ കൊട്ടുന്ന സൗണ്ട് കേട്ടോ, ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾ വന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാ നിങ്ങൾ അടുക്കള വശത്തോടെ എന്തിനാ വന്നത്? നിങ്ങളെത്താ മെയിൻ ഡോർ വഴി എന്താ കയറി വരാഞ്ഞെന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങളാരുടെ അനക്കൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കള്ളന്മാരും വല്ലതും ഒന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതുവഴി നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ആ കഥ പൊളിച്ചകത്ത് കയറി നോക്കിയപ്പോൾ എനിക്ക് കറുത്ത തുണിയായി മുഖത്തോട് ഇട്ടേക്ക് വരുന്നു. കയ്യിലാണെങ്കിൽ എന്തോ ഒരു മരത്തിൻ്റെ സൈസ് ഒരു സാധനം. അത് മരത്തിൻ്റെ സൈസാണെങ്കിൽ കയ്യിലെങ്കിൽ ഒരു വടിയും മരത്തിൻ്റെ ഒരു രൂപവും. അയ്യോ, എനിക്കറിയത്തില്ലേ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് കണ്ടത്. വായിലെങ്കിൽ ഇതേ ഈ തുണിയും തിരികെ കയറ്റി വെച്ച് തലയിലേക്കുന്നതിൽ ഈ കറുത്ത തൊപ്പിയും കയറ്റി വെച്ചിട്ട് എന്നെ കെട്ടി മുറുക്കി വെച്ചേക്കുമായിരുന്നു. എനിക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. അമ്മ എപ്പോഴേ കൊണ്ടുവന്നു ഇങ്ങോട്ട്?
ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഞാൻ ഒറ്റ നിപ്പ് നിൽക്കുക. വീട്ടിലാണെങ്കിൽ ഞാൻ എപ്പോഴും ഇരിക്കുന്ന ആളല്ലേ. എനിക്ക് ഈ നടുവ് വേദന എടുക്കുന്നു. ഞാൻ ഇവിടോട്ടൊന്ന് ഇരിക്കട്ടെ. ബെസ്റ്റ് ദേ കുത്തിയിരിക്കുന്നു ഇവിടെ. അമ്മമ്മ ഇവിടെ ഇരിക്കാനൊന്നും സമയമില്ല, നമുക്ക് പെട്ടെന്ന് പോകണം തിരിച്ച്. എന്തായാലും ഇത്ര നേരം നിന്ന് കാല് കഴിച്ചതല്ലേ, ഒരു 2 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ അമ്മൂമ്മ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് പിന്നെ നടുവേനെ മുട്ടുവേനൊക്കെ ആവുമായിരിക്കും. ശരിയാ. അവിടെ ഇരുന്നോ, നാണിയമ്മ അവിടെ ഇരുന്നോ. അതേ തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഉടനെ ഓടി പോകുന്നില്ല. നമ്മൾ ഇവിടെ ഇത് രക്ഷ തേടി വന്നതല്ലേ, ഇവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടി വന്നതല്ലേ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. പക്ഷെ ആ സഹൂറിന് ഈ സ്ഥലം അറിയാമല്ലോ. സഹൂർ വീണ്ടും വരുമല്ലോ. അയ്യോ ശരിയാ, നാണിയമ്മ നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സഹൂർ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും. അയ്യോ സഹൂർ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാം? അമ്മ എഴുന്നേക്ക് പെട്ടെന്ന്. എല്ലാവരും ഇപ്പൊ ഒരു കുടക്കീഴിൽ തന്നെ വന്നല്ലോ. ഇനി എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി. എന്താ ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കാൻ കാരണം എന്താ? എന്തിനാ അമ്മൂമ്മ നിങ്ങൾ അവിടുന്ന് മൂടി കെട്ടിക്കൊണ്ട് വന്നത് ഇങ്ങോട്ട്? മ്യൂസിയത്തിൽ ഞാൻ കാറ്റും കൊണ്ട് വെളിച്ചവും കൊണ്ട് അതുപോലെ തന്നെ തണുപ്പും കൊണ്ട് ഇരുന്നതാ. ആ കൊച്ചു ചെക്കനെങ്കിൽ എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചില്ലേ. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് എന്റെ മനസ്സിനെ നിങ്ങൾ കീഴടക്കി. എന്നിട്ട് ഞാൻ എന്റെ പ്രതിമയും വേണ്ട, ആ മ്യൂസിയം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ. അതിനാണോ നിങ്ങൾ എന്നെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇങ്ങോട്ട് വന്നത്? അതെ, എനിക്ക് എല്ലാവരോടും പകയാ. ആ കൊച്ചിയൊക്കെ വീണ്ടും പറഞ്ഞു കേട്ടോ എന്നെ കൂട്ടിക്കൊണ്ട് പോകാന്. എന്നെ പിന്നെ മനസ്സ് പിടിച്ച് വലിക്കുമല്ലേ. ശരി, ഞാൻ നിങ്ങളോട് വരാൻ തയ്യാറാ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് എന്നെ കണ്ടാൽ മതി. പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇയാൾ സഹൂറല്ലേ, ഇയാൾ എപ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ തരത്തില്ല. നമ്മളെങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇയാളെ കയറ്റി താമസിപ്പിക്കും? ശരിയാ, ഇയാളെ വിശ്വസിച്ച് നമ്മുടെ വീട്ടിലൊന്നും താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ സഹൂറിനെ നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ സ്വസ്ഥമായിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങും? ഇയാളുടെ സ്വഭാവം എപ്പോഴും മാറുമെന്ന് അറിയത്തില്ല. എനിക്കതെങ്കിൽ വിശക്കുന്നു. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ. ഇവിടുന്ന് എങ്ങോട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. സാധാരണ കഴിച്ചു കഴിഞ്ഞ് നിറയുമ്പോഴാ ഏമ്പക്കം വിടുന്നത്. ഇയാളെ ഏമ്പക്കം വിട്ടിട്ട് പറയാം വിശക്കുന്നെന്ന്. അതിന് തന്നെ മനസ്സിലാക്കാം ഇയാൾ വെറും കള്ളനാണ്. ഇയാളെ വീട്ടിലൊന്നും കയറ്റി താമസിക്കാൻ പറ്റത്തില്ല. ആ സഹോർ പറഞ്ഞ് നമ്മളോട് ഇവിടുന്ന് ഇറങ്ങി പോരുന്നില്ലേ. പിന്നെ അയാളുടെ വാക്കും കേട്ട് നമ്മളിവിടെ നിൽക്കാൻ പോകില്ലേ. നമുക്ക് എങ്ങനെ ഇനി ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം? പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, നമ്മൾ എവിടെ പോയാലും അയാൾ നമ്മളെ പിന്തുടർന്ന് പിടിക്കും. അതാണ് അമ്മ ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോകുന്നു. അതല്ല അമ്മണി ഞാൻ പറഞ്ഞത്, നമ്മളാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. എന്റെ മനസ്സിലാക്കി ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ നേരത്തെ നടത്തോട്ട് പോകാം. ഒരു മലയൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നില്ല, അന്നേരം അവിടെ ആ പ്രതിമ വന്ന് വീണത് ആ സ്ഥലത്ത് പോവാം. എന്നൊക്കെ ഇങ്ങനെ ഐഡിയ നീ പറ. ആദ്യം അത് വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് കൺഫേം ആയിട്ട് ഞാൻ പറയാം. എന്നാ പിന്നെ തീരുമാനമായി. ചേട്ടാ എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. എന്തായാലും കിങ്ങിണിമോള് പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് പോകാം. അതെ പോകാം. കിട്ടിപ്പോയി. ഈ പ്രതിമ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ ഇവിടെ നിന്നപ്പോ ഈ പ്രതിമ വീണ് കിടക്കില്ലായിരുന്നോ? വീണ് കിടക്കുമല്ല, നമ്മളിവിടെ നിന്നപ്പോഴല്ലേ വന്ന് വീണത്. നമ്മളപ്പോഴല്ലേ പോയത്. പിന്നെ ഇത് എപ്പോ എഴുന്നേറ്റ്? അതിനുള്ള ശക്തിയൊക്കെ കാണുമായിരിക്കും ഈ പ്രതിമയ്ക്ക്. നമുക്ക് ഈ പ്രതിമയ്ക്ക് നമ്മളിപ്പോ നിന്ന വീട്ടിൽ കൊണ്ടുപോകാം. എന്തോ കാണിക്കാനാ? അതൊക്കെ പറയാം. ആദ്യം ഇത് നമുക്ക് അവിടെ കൊണ്ടുപോകാം. കിങ്ങിണി വർക്കൗട്ട് ആവോ? വർക്കൗട്ട് ആയില്ലെങ്കിൽ അമ്മണി പറഞ്ഞോലെ തീരുമാനം. ചേട്ടാ സൂക്ഷിച്ച് പിടിക്കണേ, താഴെയിട്ട് പൊട്ടിക്കല്ലേ. ഇല്ല മിണ്ടാവാ നിങ്ങള്. ഈ കിങ്ങിണി കാര്യം എന്തോന്ന് പറയുന്നതുമില്ല. പറയൊന്ന് ക്ഷമിക്കമ്മേ. അങ്ങനെ അവിടെ വെക്കങ്ങളെ. നമുക്ക് എല്ലാവർക്കും കൂടെ സഹൂർ വരുമ്പോഴത്തേക്ക് ഈ പ്രതിമയുടെ അടുത്തേക്ക് മറിഞ്ഞു വെക്കാം. ഇങ്ങനെ എത്ര നേരം കയറി നിൽക്കും ഇവിടെ? മുമ്പ് എന്നെ കിഡ്നാപ്പ് ചെയ്തപ്പോ ഇങ്ങോട്ട് ഞാൻ ചരിഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല, നാളെ നേരെ ആയിക്കോളും. ആഹാ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്ന അനുസരണ ഉണ്ടായിരുന്നല്ലേ. ഒരു കാര്യം ഞാൻ പറയട്ടെ. സഹൂറിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അങ്ങ് വാഴ്ത്താം. പക്ഷെ ആണെങ്കില് സഹൂർ ആണെങ്കിലേ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ആഹാ, എന്നെ കൊണ്ടുപോകാവോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? കുറച്ച് നേരത്തേക്ക് തറയിലോട്ടൊന്ന് കിടക്കുവോ? എന്തിന് ഞാൻ തറയിൽ കിടക്കണം? ഇങ്ങോട്ട് മറുചോദ്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ലേ, ഞങ്ങൾ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. പക്ഷെ പറയുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ശരി ഞാൻ കിടക്കാം. അങ്കിള് പെട്ടെന്ന് ആ സഹൂറിന്റെ പ്രതിമ എടുത്ത് സഹൂറിന്റെ മുകളിലോട്ടിട്. ഇടാം. അയ്യോ, എന്റെ മോൾ എന്തോ വന്ന് വീണത്. ഇത് എന്റെ പ്രതിമ തന്നെയല്ലേ? അയ്യോ ഞാൻ പ്രതിമയായിട്ട് മാറുവന്നേ. അയ്യോ ആ പ്രതിമയായിട്ട് മാറിയില്ല സഹൂർ. പ്രതിമയായിട്ട് മാറിയില്ല ആന്റി. ആ പ്രതിമയുടെ ദേഹത്ത് തന്നെ സഹൂർ കയറി. അതെ ആ പ്രതിമയുടെ ദേഹത്ത് തന്നെ സഹൂർ കയറിയിട്ടുണ്ട്. ഇനി എത്ര വേഗം നമുക്ക് ആ മ്യൂസിയത്തിൽ തന്നെ കൊണ്ടുവയ്ക്കല്ലേ മോളെ? അതെ ഇനി സമയം പാഴാക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാം.
ഞങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഏട്ടാ? വേണ്ട വേണ്ട, ഞാൻ തന്നെ ഇങ്ങോട്ട് വെച്ചോളാം. ഓ എന്തായാലും രക്ഷപ്പെട്ട്. ഇനിയിപ്പോ പ്രതിമയുടെ ശല്യവും ഇല്ല, സഹൂറിന്റെ ശല്യവും ഇല്ല. അല്ല കുട്ടുപോലെ അങ്ങ് തിരിഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നു കുട്ടുവാനെ നീ ഇനി ആഗ്രഹിക്കല്ലേടാ ഈ പ്രതിമയെ. അല്ല അവിടെ ആണെങ്കിൽ വേറൊരു പ്രതിമ ഇരിക്കുന്നത്, അത് കിട്ടിയാലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു.